السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي وعلى آله وصحبه وسلم. പൈതൃകം മീഡിയയുടെ ബഹുമാന്യരായ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുന്നണി പോരാളികളായി മഹാന്മാരുടെ പാത പിൻപറ്റി മുന്നോട്ട് പോകാനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അതിനാവശ്യമായ ആയുസ്സും ആഫിയത്തും നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പര 10ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 1926 ജൂൺ 26 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ അധ്യക്ഷനായി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിന് വേണ്ടി ഒരു വർഷം മുമ്പ് 1925 ഉണ്ടാക്കിയ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും 2 ദിവസം മുമ്പുള്ള പ്രഭാഷണത്തിൽ നാം പരിചയപ്പെടുത്തി. അവരെ പരിചയപ്പെടുത്തുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അവരെ ചരിത്രങ്ങളിൽ നിന്ന് അല്പം പറഞ്ഞു കേൾപ്പിച്ചു. ഇന്നലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഔദ്യോഗികമായി രൂപീകൃതമായപ്പോൾ ആദ്യത്തെ അധ്യക്ഷനായി ചുമതലയേറ്റ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രങ്ങളിൽ നിന്ന് ചെറിയൊരു ഭാഗം വിശദീകരിക്കുകയുണ്ടായി. ഇത് നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ പാങ്ങിൽ AP അഹ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളെയാണ് ഇന്ന് കുറഞ്ഞ വാക്കിൽ പരിചയപ്പെടുത്തുന്നത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രം പോലെ തന്നെ ഒരാഴ്ച എടുത്തു പറഞ്ഞാലും തീരാത്ത അത്ര വൈപുല്യമുള്ള ചരിത്രങ്ങളാണ് പാങ്ങിൽ AP അഹ്മദ് കുട്ടി മുസ്ലിയാരെ പറ്റി നമുക്ക് പറയാൻ കഴിയുക. ലഭ്യമായ ചരിത്രങ്ങൾ വെച്ച് തന്നെ സംസാരിച്ചാൽ ദിവസങ്ങൾ വേണ്ടിവരും മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞു തീർക്കാനല്ല, അതിന് ചെറിയൊരു ഭാഗമെങ്കിലും പറയാൻ. പക്ഷെ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക ആഘോഷ പ്രചരണത്തിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ വഴി സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ ചരിത്രങ്ങൾ ഇപ്പോൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള വലിയ പ്രചരണ പരിപാടികളാണ് നമ്മളിപ്പോൾ നടത്തിവരുന്നത്. എന്നാലും ഇത് സമസ്തയുടെ നാളുവഴികൾ പറയുന്ന ഒരു പ്രഭാഷണ പരമ്പരയായതുകൊണ്ട് അല്പം മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് അല്പം നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. പൂർവ്വ വെള്ളവനാട് താലൂക്കിലെ പാങ് എന്ന കുഗ്രാമത്തിൽ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ എന്ന മഹാപണ്ഡിതന്റെ പുത്രനായി ഹിജറ 1305 ശവ്വാൽ 11 ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജനനം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാപണ്ഡിതനായിരുന്നു. നൂറുദ്ദീൻ എന്നായിരുന്നു മഹാനവറുകളുടെ പേര്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജനനം ഹിജറ 1305 ശവ്വാൽ 11 മഹാനവറുകൾ ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ
മതപഠനം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച അത്യപൂർവം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന പണ്ഡിതന്മാർ എവിടെയുണ്ടോ അവരിൽ നിന്നെല്ലാം ഇൽമു നേടിയെടുക്കുക. അതേ സമയത്ത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം നടക്കുന്ന കാലഘട്ടമായതിനാൽ ഈ രാജ്യത്തെ അടക്കി പിടിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രിട്ടൻ്റെ ഭാഷ സ്വായത്തമാക്കുക. അപ്പോഴല്ലേ എന്തിനാണ് നാം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നത് എന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഭൗതിക വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിൽ വലിയ ശുഷ്കാന്തി കാണിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മറ്റു പണ്ഡിതന്മാരിൽ നിന്ന് നാം കേട്ടതുപോലെ, അഥവാ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് അറബിയും മലയാളവും പോലെ തന്നെ പേർഷ്യൻ ഭാഷകളും ഇംഗ്ലീഷ് ഭാഷകളും കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു ബ്രിട്ടീഷ് പൗരനെ ട്യൂഷൻ മാഷാക്കി വെച്ച് അയാളിൽ നിന്നാണ് ഇംഗ്ലീഷ് പഠിച്ചത്. പേർഷ്യൻ ഭാഷയിൽ വലിയ കഴിവ് നേരത്തെ ഉണ്ടായിരുന്നു. പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് അറബിയും മലയാളവും ഏത് രൂപത്തിൽ വഴങ്ങുമോ ആ നിലയ്ക്ക് തന്നെ ഇംഗ്ലീഷും പേർഷ്യൻ ഭാഷയും ഉറുദുവും നന്നായി എഴുതാനും സംസാരിക്കാനും കത്തിടപാടുകൾ നടത്താനും ഒക്കെ സാധിക്കുന്ന വലിയ പണ്ഡിതനായി അദ്ദേഹം. അതുപോലെ തന്നെ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ ഏതെല്ലാം ശാഖകളുണ്ടോ ഏതെല്ലാം ഫന്നുകളുണ്ടോ അതെല്ലാം മഹാനവറുകൾ സ്വായത്തമാക്കി. ഫിഖ്ഹിൻ്റെ ആധികാരിക ഗ്രന്ഥമായ ഫതുൽ മുഈനിന് വ്യാഖ്യാനമെഴുതിയ സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു, അലി സഖാഫ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഗുരുവര്യനായ കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ, കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ, കാപ്പാട് മുഹമ്മദ് മുസ്ലിയാർ മുതലായ അക്കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ പണ്ഡിതരിൽ നിന്നാണ് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ മതവിജ്ഞാനം കരസ്ഥമാക്കിയത്. പിന്നീട് മഹാനവറുകൾ വെല്ലൂരിൽ ലത്തീഫിയയിൽ പോയി അവിടെ നിന്ന് മുത്തവ്വൽ ബിരുദം നേടി പിന്നീട് ബാക്കിയാത്തിൽ ചെന്ന് അവിടെ നിന്നും മുത്തവ്വൽ ബിരുദം നേടി. ശരീഅത്തിൽ 2 പ്രധാന സ്ഥാപനങ്ങളിൽ നിന്ന് മുത്തവ്വൽ ബിരുദം നേടിയ അത്യപൂർവമായ ചരിത്രവും നമുക്ക് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് കാണാവുന്നതാണ്. അങ്ങനെ 2 ശരീഅത്ത് കോളേജിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെട്ട ബാക്കിയാത്തും ലത്തീഫിയയും അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി 1915 മണ്ണാർക്കാട് അദ്ദേഹം ദർസ് ആരംഭിച്ചു. എന്നാൽ ദേശവ്യാപകമായി ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങൾ അണിനിരന്ന സമയമായതിനാൽ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതിൻ്റെ ഭാഗമായി. മാത്രമല്ല വലിയ തീപ്പൊരി പ്രാസംഗികനായതുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാന വളണ്ടിയേഴ്സിന് ആവേശം നൽകുന്ന പ്രാസംഗികനായിരുന്നു അദ്ദേഹം. അത് മണ്ണാർക്കാട് ദർസിന് ചെറിയ പ്രയാസം വരുത്തി. എപ്പോഴും അവിടെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ആധിപത്യം. നമ്മളെ പള്ളിയിൽ ദർസ് നടത്തുന്ന ഉസ്താദ് കാരണം മഹലിൽ എപ്പോഴും പട്ടാളം. അപ്പം തൻ്റെ ഹിദ്മ കാരണം ഈ നാട്ടുകാർക്കൊരു പ്രയാസമുണ്ടാകണ്ട, ഇവിടെ സമാധാനവും സ്വസ്ഥതയുമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ വിദേശികളായ തൻ്റെ മുത്തഅല്ലിമീങ്ങളെയും കൂട്ടി സ്വന്തം നാടായ പാങ്ങിലേക്ക് പോയി. അവിടെയാണ് മഹാനവറുകൾ പിന്നീട് ദീർഘകാലം ദർസ് നടത്തിയത്. എന്നാൽ ആ ദർസ് അവിടെ തന്നെ ഒരു സ്വന്തം മഹലിൽ ദർസ് നടത്തുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരെ സ്റ്റഡിയാക്കാനും അവർ അക്രമത്തിൽ പോകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും യുദ്ധത്തിനാവശ്യമായ മോട്ടിവേഷൻ നൽകാനും ഒക്കെ അദ്ദേഹത്തിന് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ
മഹാനവറുകൾ ദർസും സ്ഥിരമായി ഒരു സ്ഥലത്ത് നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിക്കാൻ വേണ്ടിയുള്ള കെ പി അഹമ്മദ് മീറ മുസ്ലിയാരെ പോലുള്ളവരോട് കൂടെ ചേർന്നുകൊണ്ട് മഹാനായ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എപ്പോഴും യാത്രയിലാണ്. ആ മഹാനവറുകൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയതോടുകൂടെ അദ്ദേഹം സമസ്തയുടെ ആവശ്യകത ഊന്നിപ്പടിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം സാധ്യമാകുന്ന രൂപത്തിൽ പ്രഭാഷണ പരമ്പരകൾക്ക് തന്നെ നേതൃത്വം തുടങ്ങി. വഹാബികൾ അപ്പോഴേക്കും പ്രത്യക്ഷ രൂപം പൂണ്ടിരുന്നു. ആദ്യം നിഷ്പക്ഷ സംഘം, ആദ്യം മജ്‌ലിസുൽ ഉലമ, പിന്നെ നിഷ്പക്ഷ സംഘം, പിന്നെ ഐക്യസംഘം എന്ന ഈ അനൈക്യ കൂട്ടായ്മ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് തനി പക്കാ വഹാബിസം വിളമ്പുന്ന കാലഘട്ടമായിരുന്നു 1925-26 ആയപ്പോഴേക്ക്. മാത്രമല്ല, അവര് തിരുവിതാംകൂറിൽ നിന്ന് യൂസുഫ് ഇസുദ്ദീൻ എന്ന ഒരു പ്രഭാഷകനെ മലബാറിലേക്ക് ഇറക്കുമതി ചെയ്ത്, പ്രത്യേകിച്ച് നമുക്കറിയാലേ മലബാറിലെ പ്രസംഗ ശൈലിയും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ പ്രസംഗ ശൈലിയും രണ്ടും രണ്ടാണല്ലോ. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി നമ്മുടെ ഏരിയയിൽ വരിക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ജനങ്ങൾക്കൊരാവേശം. അതുപോലെ രാഷ്ട്രീയമായൊക്കെ പല വിയോജിപ്പുള്ളവർക്ക് പോലും അബ്ദുൽ നാസർ മഅദനിയുടെ ആ വയവ്, ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന വയവ് എത്രയായിരുന്നു കേരളീയർ അതിനോട് ആകർഷിച്ചിരുന്നത്. സ്വാഭാവികമായി അങ്ങനെയാണ്. തിരുവിതാംകൂറിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ശക്തി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് മുതലെടുക്കുകയാണ് വഹാബികൾ പിന്നീട് ചെയ്തത്. KM മൗലവി, KM സീതി സാഹിബ്, അതുപോലെ തന്നെ MCC അബ്ദുറഹ്മാൻ മൗലവി, EK മൗലവി പോലുള്ള ആളുകളൊക്കെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടും പരക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരെ പേടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഒളിജീവിതം നടത്തിയവർ പിന്നീട് അവരെ വഹാബി ബാണ്ഡവം കുറേശ്ശെ ഇങ്ങോട്ട് പാക്കേജ് ആക്കി. പിന്നീട് ഇപ്പോൾ അവർ പരസ്യമായി തന്നെ അവരാശയം ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയൊരു സമയത്താണല്ലോ സമസ്ത കേരള ജമീയത്തുൽ ഉലമ രൂപീകരിച്ചത്. ഇപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതുപോലുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ ഹാലിളകി യൂസുഫ് ഇസുദ്ദീൻ എന്ന് തമാശ കലർത്തി പിന്നെ പ്രസംഗിക്കുന്ന നല്ല വലിയ വാഗ്ദോരണി നടത്തിയിരുന്ന യൂസുഫ് ഇസുദ്ദീനെ മലബാറിൽ കൊണ്ടുവന്ന് അവർ പച്ച വഹാബിസം വിളമ്പാൻ തുടങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർക്കെതിരെയുള്ള പ്രഭാഷണ പരമ്പര അതിന് മാലപ്പടക്കം പോലെ തന്നെ അഴിച്ചുവിട്ടതായി കാണാം. അതിനോടൊപ്പം ഈ വഹാബികൾ നേരത്തെ തന്നെ അവർ വഹാബിസത്തിലേക്ക് ആകർഷിച്ചത് റഷീദുൽ മുഹമ്മദ് അബ്ദൂനെ പോലുള്ള പാശ്ചാത്യ സയനിസ്റ്റ് വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന വിദേശികളുടെ മാസികകൾ അഥവാ അൽമനാർ വായിച്ചിട്ടാണല്ലോ ഇവരിൽ മാറ്റം വന്നത്. അപ്പം മാത്രമല്ല, ഇവരെ കേരളത്തിലെ സ്ഥാപകരിൽ ഒരാളായ തയ്യിൽ മുഹമ്മദ് എന്നയാൾ കാത്തിബ് മൗലവി അഥവാ എഴുത്തുകാരനായ മൗലവി എന്ന് സ്വീകരിച്ചത് കൊണ്ടാണല്ലോ KM മൗലവി എന്ന പേരിൽ അറിയപ്പെടാൻ ശ്രമിച്ചത്. അപ്പോൾ അവർ സാഹിത്യത്തിൻ്റെ പ്രചരണവും പ്രസംഗത്തിൻ്റെ പുറമെ അവർ നടത്തിയിരുന്നു. അതിനുവേണ്ടി ഒരുപാട് വാറാവലകൾ അവരടിച്ചിറക്കിയിരുന്നു. അപ്പോൾ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഇപ്പോൾ ബാധ്യത കൂടുകയാണ്. ഒന്ന്, നമ്മുടെ ഇത്തരം മഹാന്മാർ ഏത് പ്രതിസന്ധിയിലും മുടക്കാതെ നിലനിർത്തുന്ന കാര്യമാണ് ദർസ് നടത്തുക. ദർസ് നടത്തിയെങ്കിലല്ലേ ഇവിടെ ആലിമീങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പം നന്നായി ദർസ് നടത്തണം. അതിനോടൊപ്പം ബ്രിട്ടീഷിനെതിരെയുള്ള പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ശരിയായ പാതയിൽ നിലനിർത്താനുള്ള വമ്പിച്ച കഠിനാധ്വാനം ചെയ്യണം. അതുപോലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ പുതിയൊരു സംഘടനയാണ്. ഉലമാ സംഘടന ദീന് പണ്ടേ ഉള്ളതാണ്. പക്ഷെ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടന പുതിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്ദേശം
എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ എത്തിക്കണം. പുത്തൻ പ്രസ്ഥാനക്കാർ യൂസുഫ് യുസുദ്ദീനെ കൊണ്ടുവന്ന് ഇവിടെ വിളമ്പുന്ന വഹാബിസത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രസംഗിക്കണം. വഹാബികൾ ഇവിടെ തൂലികയിലൂടെ പുറത്തിറക്കുന്ന വിഷങ്ങളെ അതിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ മഹാനവറുകൾക്ക് എഴുത്തിൻ്റെ മേഖല തിരഞ്ഞെടുക്കണം. ഇതെല്ലാം ഒരുപോലെ അദ്ദേഹം നടത്തി എന്നതാണ്. നോക്കൂ, അന്നൊക്കെ മഹാനവറുകൾ ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ചരിത്രം നോക്കിയാൽ 1 മുതൽ 15 സമ്മേളനം, തുടരെയായ വാർഷിക പൊതുസമ്മേളനം. ആ പൊതുസമ്മേളനത്തിലൊക്കെയും മുഖ്യ പ്രസംഗം നടത്തിയത് പാങ്ങൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. അന്ന് മൈക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മഹാനവറുകൾക്ക് അള്ളാഹു വലിയ കഴിവ് നൽകിയെന്നത്രേ. നല്ല കറാമത്ത് എന്ന് പറഞ്ഞാൽ 10,000ങ്ങളും അതിലേറെയും ആളുകൾ ഒരു മൈതാനിൽ ഒരുമിച്ച് കൂടിയാൽ അവരൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം നൽകി അനുഗ്രഹിച്ചിരുന്നു അള്ളാഹു അദ്ദേഹത്തിന്. അതുകൊണ്ട് എത്ര ആയിരങ്ങൾ വന്നാലും അവർക്കൊക്കെയും മർദിയാകുന്ന രൂപത്തിൽ, കേൾക്കുന്ന രൂപത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു എന്നത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം മഹാനവറുകൾക്ക് വെല്ലൂര് ബാക്കിയാത്ത് പോലുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങണം. പാരമ്പര്യ ദർസുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വെല്ലൂര് ബാക്കിയാത്തിനെ പോലുള്ള ഒരു സ്ഥാപനം തുടങ്ങണമെന്നും വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പൊന്നാനിയെ പോലെ തന്നെ അക്കാലഘട്ടത്തിൽ താനൂരിൽ നല്ല പള്ളി ദർസ് നടക്കുന്നുണ്ട്. ആ പള്ളി ദർസ് കമ്മിറ്റി യോഗം കൂടി തീരുമാനിച്ചു, നമുക്ക് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ നമ്മുടെ നാട്ടിൽ മുദരിസായി കിട്ടിയാൽ നമ്മളെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇംഗ്ലീഷ്, ഉറുദു, പേർഷ്യൻ ഭാഷകൾ പോലും പഠിക്കാൻ സാധിക്കുമല്ലോ. മാത്രമല്ല മഹാനവറുകളെ പോലെ നല്ല ദേശസ്നേഹികളെ വാർത്തെടുക്കാൻ സാധിക്കുമല്ലോ. നല്ല പ്രഭാഷകന്മാരെ വളർത്തിയെടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ താനൂരിൽ ദർസ് നടത്തിപ്പിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു. ഇതിൻ്റെ പ്രതിനിധി സംഘം മഹാനവറുകളെ സന്ദർശിച്ചപ്പോൾ മഹാനവറുകൾക്ക് അറിയേണ്ടിയിരുന്നത് അവിടെ വെല്ലൂര് ബാക്കിയാത്ത് പോലുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയുമോ എന്നായിരുന്നു. അതാലോചിക്കാമെന്ന് നാട്ടുകാർ പറയുകയും വിപുലമായ യോഗം അവർ വിളിച്ചുകൂട്ടുകയും അതിലേക്ക് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കൊണ്ടുവരികയും അവിടെ വെച്ച് താനൂരിലെ പള്ളി ദർസ് ഇസ്ലാഹുൽ ഉലൂം മദ്രസ എന്ന് നാമകരണം ചെയ്യുകയും അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അസാസുൽ ഇസ്ലാം സഭ രൂപീകരിക്കുകയും ചെയ്തു. 1928 ആകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മദ്രസക്കായി വലിയ ഭൂസ്വത്ത് അദ്ദേഹം നേടിയെടുക്കുകയും 1929 ഡിസംബറോട് കൂടെ തന്നെ പത്രമാസിക രംഗത്തേക്കും അദ്ദേഹം ശ്രദ്ധ തിരിക്കുകയും അങ്ങനെ അൽ ബയാൻ പത്രവും അദ്ദേഹത്തെ ശ്രമപരമായി തുടരുകയും ചെയ്തു. നോക്കൂ, ഒരു പണ്ഡിതൻ അദ്ദേഹം ഒന്നിലൊതുങ്ങുന്നില്ല. നമ്മൾ പലപ്പോഴും ചില പണ്ഡിതന്മാരെ കാണുന്ന ദർസ് നടത്തുന്നു, ദർസ് തന്നെ നടത്തുന്നു, പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുന്നു, സ്ഥാപനം നടത്തുന്നവർ സ്ഥാപനം നടത്തുന്നു. എന്നാൽ മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെ പോലെ AP ഉസ്താദ് നന്നായി ദർസ് നടത്തുന്നു, ഫത്വ കൊടുക്കുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഏറ്റെടുത്ത് നടത്തുന്നു. അതുപോലെ തന്നെ ലോകത്താകമാനം പറ്റാവുന്നിടത്തൊക്കെ സഞ്ചരിച്ച് ദീനി ഇശാഅത്തിന് വേണ്ടി ജീവിതം നീക്കിവെക്കുന്നു. അതേ നേർപ്പതിപ്പ് ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ കാണാം. രണ്ടാമത് ഇനീഷ്യൽ AP ആണ്. അതിൽ മാത്രമല്ല യോജിപ്പ്, അവരുടെ കർമ്മമണ്ഡലങ്ങളിലും യോജിപ്പ് കാണാം. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ നമുക്കറിയാം, മഹാനവറുകൾ പത്രാധിപരാണ്. സുന്നി വോയിസിൻ്റെ, അതിനു മുമ്പ് സുന്നി ടൈംസിൻ്റെ ഒക്കെ. അതുപോലെ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അൽ ബയാൻ പത്രം തുടങ്ങി. താനൂരിൽ വന്നവർ ദർസ് ഇസ്ലാഹുൽ ഉലൂം എന്ന അറബിക് കോളേജാക്കി മാറ്റി. അതിൻ്റെ നടത്തിപ്പിന് അസാസുൽ ഇസ്ലാം സഭ രൂപീകരിച്ചു. അങ്ങനെ ഒരേ സമയത്ത് പ്രസംഗം, എഴുത്ത്, പത്രാധിപത്യം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മഹാനവറുകൾ മുന്നോട്ട് പോയി. എന്നാൽ വഹാബികൾ എക്കാലത്തും പുത്തൻ പ്രസ്ഥാനക്കാർ ചെയ്യുന്ന സംഗതി എന്താണ്?
ആരാണോ അതൊരു സുന്നത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ അവരെ പിടിച്ച് തകർക്കുക, അതുവഴി പ്രസ്ഥാനം തകർക്കുക. ഇവർ പാങ്ങുകാരൻ്റെ പിന്നാലെ കൂടി. ഇപ്പം നിങ്ങൾ നോക്കൂ, 2-3 ദിവസം മുമ്പ് പെരിന്തൽമണ്ണ വഹാബികളുടെ ഇന്നത്തെ ജിന്ന് വിഭാഗം, അതിപ്പോൾ എത്രയോ 8 വിഭാഗം ഉണ്ടെന്ന് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ അതൊന്നും പിടുത്തം വിട്ടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ അരീക്കോട്ടുകാരനാണ്. അപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കളുമായിട്ട് പലപ്പോഴും കാണേണ്ടി വരും. ഇപ്പം തമാശക്ക് ഞാൻ ചോദിച്ചു ഒരാളോട്, നിങ്ങളിപ്പോൾ എത്ര ഗ്രൂപ്പായാലും 8 കഴിഞ്ഞ റമദാനിൻ്റെ അല്ല ഈ റമദാനിന് മുമ്പുള്ള റമദാനിൻ്റെ മുമ്പ് നിങ്ങൾ 8 കക്ഷികളായതൊക്കെ ഇപ്പം എത്രയായി? അള്ളാഹു വേണം, അത് എനിക്ക് അറിയാൻ ഉത്സാഹം. കാരണം 10-11 ഇപ്പം ഞാൻ പുറത്തല്ല. ഇപ്പോൾ ഓരോരുത്തർ സൗകര്യം പോലെ ഇങ്ങനെ ഗ്രൂപ്പായി മാറുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു പോന്നിരുന്ന 20 റക്അത്ത് തറാവി അത് ജമാഅത്താക്കി ക്രമീകരിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അത് ഇവർ സ്വീകരിച്ചില്ല. എന്താ സ്വീകരിക്കാത്ത? സഹാബത്തിനോട് വെറുപ്പല്ലേ. കേരളത്തിലെ മുസ്ലിയാക്കൾ പറയുന്നത് ഇസ്ലാമിന് തെളിവല്ലാത്തതുപോലെ സഹാബത്തിൻ്റെ ഞങ്ങൾക്ക് ബാധകമല്ല എന്നതാണല്ലോ. വഹാബികളെ മുഴുവൻ ഗ്രൂപ്പുകളെയും ഒന്നിപ്പിച്ച ഏക ഘടകതാണ് സഹാബത്ത് നമ്മൾ തെളിവല്ല, നമുക്ക് തെളിവല്ല. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ നടപ്പാക്കിയ 20 റക്അത്ത് തറാവി 20 റക്അത്ത് ഉമറുൽ ഫാറൂഖ് അല്ല നടപ്പാക്കിയത്, അത് റസൂലുള്ളാഹി നിസ്കരിച്ച് കാണിച്ചതാണ്. പക്ഷേ നബി തങ്ങളുടെ കാലത്ത് അത് 1-2 ദിവസമേ ജമാഅത്തായി നടത്തിയിരുന്നുള്ളൂ. പിന്നെ ആളുകളെ സൗകര്യം പോലെ വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നീട് ഉമറുൽ ഫാറൂഖിന് സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് 20 റക്അത്ത് നിസ്കരിച്ച് പോതിരുന്ന് നമ്മൾ ജമാഅത്താക്കി നടത്തുക എന്ന് വെച്ചു. അത് ഇവർ അംഗീകരിക്കണില്ല. ഇവർ എല്ലാ കാലത്തും 920 മുതൽ ഇവരെന്താ പറയല്? ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും റമദാനിൽ അല്ലാത്ത കാലത്തും 11 കൂട്ടുകയോ ചുരുക്കുകയോ ചെയ്തിട്ടില്ല. അതാ അപ്പം വരെ തറാവിക്ക് തെളിവ്. ഈ വർഷം മുജാഹിദ് തലമുറ അങ്ങനെ പുതുങ്ങി വരികയാണല്ലോ. ഒരു പുതുങ്ങിയ ഒരാളിപ്പോൾ പറയുന്നത് നമുക്ക് ചെറിയ പെരുന്നാൾ മുതൽ തറാവി നിർത്താൻ പറ്റൂല. കാരണം തറാവി നമ്മൾ 11 റക്അത്ത് 8-3 11 റക്അത്ത് നിസ്കരിക്കുന്നതിന് തെളിവിപ്പം എന്താ? ആയിഷ ബീവിൻ്റെ ഹദീസാണ്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തങ്ങൾ റമദാനിലും അല്ലെങ്കിലും 11 കൂട്ടുകയോ കുറക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന തറാവി 8-3 11 റമദാനിൻ്റെ മുമ്പുണ്ട്, റമദാനിൻ്റെ ശേഷമുണ്ട്. റമദാനിലുണ്ട്, റമദാനിൻ്റെ ശേഷമുണ്ട് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് നമ്മളെ ഗ്രൂപ്പ് ഇനി മുതൽ, അപ്പോൾ അത് 11ാമത്തെ ഗ്രൂപ്പാണ് മുജാഹിദിൻ്റെ. അവർ പറഞ്ഞു നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി റമദാനിൽ നിസ്കരിച്ച മാതിരി തന്നെ 11 റക്അത്ത് നിസ്കരിക്കുന്നു. അതിങ്ങനെ ദിവസം പെറ്റ് കൂടുകയാണ്, പെറ്റ് വരികയാണ്. അതവിടെ നിൽക്കട്ടെ, അതിലേക്കല്ലേ നമ്മൾ പോകുന്നത്. എന്നാൽ ഇപ്പം അതിൽപ്പെട്ട ഒരു പുതിയതായി പ്രസവിച്ച് വന്നൊരു കുട്ടിയാണ് ജിന്ന് എന്നാണ്. ജിന്നിനെ ഔലിയാക്കളെ വിളിച്ച് സഹായം തേടാൻ പാടില്ല. എന്നാൽ ജിന്നിനെ കിട്ടുമെങ്കിൽ കൂട്ടിക്കോളി. സേവ നല്ലതാണ്. സേവ തൗഹീദിൻ്റെ നടുക്കഷ്ണം എന്നാണ് ആ വിഭാഗം പറയുന്നത്, ജിന്ന് സേവ. അപ്പം ജിന്ന് സേവനായ വിഭാഗം ഇപ്പോൾ കുറച്ച് കുട്ടികളെ എന്തോ പരിപാടി പെരിന്തൽമണ്ണ വെച്ചു. പോലീസ് പെർമിഷൻ കൊടുത്തപ്പോഴേ പറഞ്ഞത് ആശുപത്രി നഗരമാണ്, അതുകൊണ്ട് ഇവിടെ വളരെ ശ്രദ്ധിക്കണം. പക്ഷേ ജനാധിപത്യ രാജ്യത്ത് ആർക്കും പരിപാടി നടത്താനും സ്പീക്കർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കായിട്ട് അറിയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവ് നിങ്ങൾ മാനിക്കണം. ഹൈക്കോടതി ഉത്തരവ് മാനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വരും. അതുകൊണ്ട് 10 മണിക്ക് നിർത്തണം എന്നാണ് ഈ പെർമിഷൻ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ കരാർ. 10 മണി കഴിഞ്ഞു, നിർത്തുന്നില്ല. 10:05 10:10 അതങ്ങനെ നീളുകയാണ്. ഇവരെ വിടുവായത്തം തുടങ്ങുകയാണ്. ബാനറ് മയക്കുമരുന്നിനെതിരെയാണ്, പ്രസംഗം അവരുടെ മറ്റെന്തോ കാര്യങ്ങളോ എന്തോ ആവട്ടെ. സമയം ക്രമാതീതമായി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ മറികടക്കുന്നത് വന്നപ്പോൾ, ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടക്കുന്ന രൂപത്തിലായപ്പോൾ പാവം പോലീസുകാർ, അത് അവരുടെ ഒരു മൈഷത്തിൻ്റെ വിഷയമല്ലേ, അവർ ലാത്തിയില്ലാതെ കുറുവടിയില്ലാതെ സാധാരണ കൂളായി ഇവർ സംഘാടകരോട് പറഞ്ഞു. എത്ര വട്ടം നമ്മൾ വിളിച്ചു സ്റ്റേഷനിൽ, 10 മണിയായപ്പോഴേ വിളിച്ചു. 10 മിനിറ്റ് മുമ്പ് തന്നെ വിളിച്ചൊരു സമയം തന്നെ 10 മിനിറ്റ് ഉള്ളിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എത്രയോ സമയം നിങ്ങൾ നിർത്തുന്ന യാതൊരു കോലമില്ല.
അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. ഹൈക്കോടതി ഉത്തരവുണ്ടായതുകൊണ്ടാണ് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അതിലല്ലേ ഓരോരു വിപ്ലവകാരി ഇവിടെ പരിപാടി നടത്തുന്ന ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് ഇയാൾ ഈ പോലീസുകാരനെ അവഹേളിക്കുകയാണ്. ഒരു കൂളായി സുഹൃത്തുക്കളെ പോലെ വന്നത്. കയ്യിൽ യാതൊരു വടിയോ സംഗതിയോ ഒന്നുമില്ല. അവരെ നാണം കെടുത്തി. അതാണ് ഇവർ കുട്ടിയേക്ക് പഠിപ്പിക്കുന്നത്. രാജ്യത്തെ നിയമം ലംഘിക്കാൻ വേണ്ടി പഠിപ്പിക്കുക ചെക്കന്മാരെ, ചെക്കത്തി വെക്കും. അങ്ങനെ പോലീസ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതിയെ മാനിച്ചുകൊണ്ട് പരിപാടികൾ നിർത്തണം. അതുകൊണ്ട് ഈ ആളുകളൊക്കെ പിരിഞ്ഞു പോകാൻ പറയുന്നത് മൈക്ക് ഉപയോഗിച്ചോളൂ. അവർ പോകുന്നത് വരെ നിങ്ങൾ പരിപാടി മൈക്കിൽ തന്നെ നിയന്ത്രിച്ചോളൂ. പക്ഷെ എന്നാൽ പരിപാടി നടത്താൻ പാടില്ല. അങ്ങനെ അവർ പരിപാടി കുറേ ആക്രോശിച്ചെങ്കിലും നിർത്തി. പക്ഷേ ഈ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. ആൾ പ്രതിപക്ഷ നേതാവാണ്. അയാളതാ പിറ്റേന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്നു, ധിക്കാരാണ്, തമ്മാടിത്തരാണെന്ന് പറഞ്ഞിട്ട്. വഹാബികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ബേജാറായി. KPA മജീദ് അദ്ദേഹം ഫേസ്ബുക്ക് എഴുതി. അങ്ങനെ അവരുടെ എല്ലാ ആളുകളും ഫേസ്ബുക്ക് എഴുതി. ശരിക്കും ആഭ്യന്തര വകുപ്പിനോട് അവർക്ക് രാഷ്ട്രീയമായ വിരോധം ഉണ്ടാവും. പക്ഷെ ഏതാനും കുട്ടികളെ ലഹരി വിരുദ്ധ പരിപാടി എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ട് സമയം കഴിഞ്ഞ വിവരം അറിയിക്കാൻ വന്ന പോലീസുകാരെ ഭരണഘടനാ വിരുദ്ധമായ സന്ദേശം കുട്ടികൾക്ക് നൽകിയതിന് ഇവർക്ക് പ്രതിഷേധമൊന്നുമില്ല. ഇവർക്ക് പ്രതിഷേധം ആ പരിപാടി പിന്നെ അവർ തോന്നും പോലെ പ്രസംഗിക്കൂലേ. ഇവിടെ എന്തൊക്കെ ഉത്സവങ്ങളും മറ്റും പുനരോളം നടക്കലുണ്ട്, അതുപോലെ ഇവരെ കെട്ടയിച്ചു വിട്ടൂടെ എന്നാ അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ചോദിക്കണത്. മറ്റുള്ളവർ ചോദിക്കണ അതാണ്. എന്നാൽ ഇവർ ഈ താലോലിക്കുന്ന വഹാബികളുണ്ടല്ലോ, ഈ വഹാബികളെ ചരിത്രം തന്നെ പോലീസിനെയും പട്ടാളത്തെയും കൂട്ടുപിടിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിപാടികളെ തകർക്കുക എന്നതായിരുന്നു. യൂസഫ് ഇസുദ്ദീൻ ചെമ്മാട് നടത്തിയ ഒരു തോന്നിവാസ പ്രസംഗം തീർത്തും ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ പ്രഭാഷണം. തിരൂരങ്ങാടിയിലെ ജനങ്ങൾ അതിന് മറുപടി പറയാൻ വേണ്ടി പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ക്ഷണിച്ചു. അദ്ദേഹം സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിച്ച് അവിടെ വന്നപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ വളഞ്ഞു വെച്ചു. ജനങ്ങൾ ഇളകി വശായി. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഒരു നീണ്ട അരിഞ്ചി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ഈ നാട്ടുകാർ പേരെഴുതി സിഗ്നേച്ചർ വെച്ച് തന്ന അരിഞ്ചി പ്രകാരമാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ ഇയാളെ തടഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഇതിൽ ഒപ്പിട്ട ആളുകളൊക്കെ മുന്നോട്ട് വരും. യാഥാർത്ഥ്യം നിങ്ങൾ അനുസരിക്കണം, നിയമം കയ്യിലെടുക്കരുത്. അപ്പോൾ ജനങ്ങൾ ശാന്തരായി. അങ്ങനെ പേര് വായിക്കുകയാണ്. ആദ്യം ഡെപ്യൂട്ടി കളക്ടർ ലിസ്റ്റ് വായിക്കുകയാണ്. ഇതാ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധരുടെ കൂടപ്പറപ്പുകാരനായ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഞങ്ങളുടെ തിരൂരങ്ങാടിൽ വന്ന് പ്രസംഗിക്കുന്നു എന്ന് കേട്ടു. അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ രാജ്യത്തിനെതിരായി ചിന്തിക്കും. നാട്ടിൽ നിലനിൽക്കുന്ന സംഘർഷം, നാട്ടിൽ നിലനിൽക്കുന്ന ഐക്യം തകരും. അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം അല്ലെങ്കിൽ തന്നെ ഇപ്പം നടക്കുന്നുണ്ട്, അത് ശക്തിയാർജിക്കും എന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു കുറേ ജനങ്ങൾ അമ്പരന്നുപോയി. തിരൂരങ്ങാടിയിലെ വഹാബികൾ വലിയ കൊലച്ചതിയാണ് നടത്തിയത്. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കൂട്ടുപിടിക്കുന്നത് പാങ്ങുകാരനെതിരെ എങ്ങനെയാണ്? പാവപ്പെട്ട തിരൂരങ്ങാടിലെ മുസ്ലിങ്ങളെ ഇവർ സമീപിച്ചുകൊണ്ട് നിങ്ങൾ സിയാറത്ത് ചെയ്യണം അമ്പറം. ഈ തിരൂരങ്ങാടിൽ എത്ര കാലമായി തോണിയിലല്ലേ നമ്മൾ പോകുന്നത്, അതുകൊണ്ട് ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടി സർക്കാരിന് അരഞ്ഞു കൊടുക്കണം. ഒപ്പിടി പാവപ്പെട്ട മുസ്ലിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ഇവർക്ക് എഴുതി കൊടുത്ത അറ്റിങ് എന്താണ്? തിരൂരങ്ങാടിയിൽ നിന്ന് മമ്പറത്തേക്ക് പാലം നിർമ്മിക്കണം, അതിനെ ഒപ്പിട്ട് കൊടുക്കണം. ഈ ഒപ്പിട്ട ശേഷം ഇവർ ഈ പേജങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് രാജ്യദ്രോഹിയായ പാങ്ങുകാരനെ തടയണമെന്നാക്കി. ജനങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഡെപ്യൂട്ടിക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് സത്യം ബോധ്യപ്പെടുകയും പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പ്രസംഗിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, തിരുവിതാംകൂറിൽ യൂസുഫ് ഇസുദ്ദീൻ ഇവിടെ മലബാറിൽ
പിന്നെ കുഴപ്പമുണ്ടാക്കുന്നത് ഇവിടെ നിന്ന് വന്നിട്ടാണ്, തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ടാണ്. അതുകൊണ്ട് അവിടെ അതിനൊരു മറുപടി പറയണമെന്ന് തിരുവനന്തപുരത്തെ ഏതാനും പ്രവർത്തകന്മാർ തീരുമാനിച്ചു. അവരെല്ലാം ഉദ്യോഗസ്ഥന്മാരുമായിരുന്നു. അങ്ങനെ അവര് ഇവിടെ മലബാറിൽ വന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അവിടെ വഹാബിസത്തിനെതിരെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചു. മഹാനവറുകൾ സന്തോഷപൂർവ്വം ഏറ്റു. അങ്ങനെ ഇതേ സംഭവം അവിടെ ഉണ്ടായി. തിരുവിതാംകൂറിലെ രാജാവിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന 16ഓളം മുസ്ലിം നാമധാരികൾ വഹാബികളായിരുന്നത്രേ. അതിൽ അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥനായ ഇബ്രാഹിം സാഹിബ്, അദ്ദേഹം ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പ്രസംഗിക്കാൻ ഡേറ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം തന്നെ സ്വാഗത സംഘം സെക്രട്ടറി ആയിക്കൊണ്ട് കമ്മിറ്റി വന്നു. ഭരണരംഗത്തും അദ്ദേഹത്തിന് പിടിപ്പാടുണ്ട്. അവിടുത്തെ തിരുവിതാംകൂർ രാജാവിൻ്റെ ഓഫീസുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. പക്ഷെ ആ ഓഫീസിലുള്ള 10-16 ആൾക്കാരാണ് അവിടുത്തെ വഹാബികൾ. പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ എന്താ ചെയ്യുന്നത്? പട്ടാളം വളയാണ്. ഈ 10-16 ആളുകൾ ഒപ്പിട്ട് കൊടുത്തിട്ട് പട്ടാളത്തെ വളയിപ്പിക്കുകയാണ്. അവിടെ ഇതേ വിഷയം തന്നെ, രാജ്യദ്രോഹമാണ്. തിരുവിതാംകൂർ രാജാവാണെങ്കിൽ അന്ന് ഇംഗ്ലണ്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് അന്ന് ഓഫീസിലുള്ളത്. ഏതൊരു നാട്ടിലും ഏത് കാലത്തും രാജ്യദ്രോഹം എന്ന് കേട്ടാൽ ബേജാറല്ലേ? അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പട്ടാളം ഇദ്ദേഹത്തെ പിടികൂടി പ്രത്യേകമായ ബന്ദോബസ്തുള്ള റൂമിൽ കൊണ്ട് താമസിപ്പിച്ചു. പരിപാടിക്ക് വന്ന ജനങ്ങൾ അസ്വസ്ഥരായി. പക്ഷേ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് നല്ല ശുഷ്കാന്തി എല്ലാ വിഷയത്തിലുണ്ട്. താൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ താൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റർ എഴുതി തയ്യാറാക്കി തൻ്റെ സെക്രട്ടറി അദ്ദേഹത്തെ കൊണ്ട് അത് ലെറ്ററാക്കി വെക്കുമായിരുന്നു, എഴുതി സൂക്ഷിക്കും. അങ്ങനെ അത് പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയൊരു കോപ്പിയും കൂടി പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ കയ്യിൽ കരുതിയിരുന്നു. സുന്നികൾ എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലാത്തവരല്ല, നാനാവശങ്ങൾ മനസ്സിലാക്കിയവരാണ്. മാത്രമല്ല പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് മാമുക്കോയ എന്ന് പേരുള്ള ബഹുഭാഷാ പണ്ഡിതനായ ഒരു സെക്രട്ടറി തന്നെ ഉണ്ടായിരുന്നു. എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴും മാറ്റർ തയ്യാറാക്കി അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് പലപ്പോഴും അതിന് കോപ്പി എടുക്കുകയായിരുന്നു. അങ്ങനെ തിരുവിതാംകൂർ രാജാവിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം സെക്രട്ടറി കൂടിയായ ഇബ്രാഹിം സാഹിബ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടു. നാളെ നമുക്കിത് ശരിക്ക് കോർട്ടിൽ ചോദ്യത്തിന് വരും, അവിടെ നിങ്ങൾക്കുള്ള വാദങ്ങൾ ഉന്നയിക്കാം എന്ന് പറയുകയും പിറ്റേ ദിവസം നേരത്തെ തന്നെ കോടതിയിൽ വിഷയം എത്തുകയും ചെയ്തപ്പോൾ ഇബ്രാഹിം സാഹിബ് ഞങ്ങളെ പ്രതിനിധിയായി ഞങ്ങളെ കക്ഷിക്ക് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വേണ്ടി ഞങ്ങളെ വാദങ്ങൾ ഉന്നയിക്കാൻ മാമുക്കോയ സാഹിബിനെ ആണ് ഏൽപ്പിച്ചു കൊടുത്തത്. കോടതിയിൽ കേസ് വന്നപ്പോൾ മാമുക്കോയ സ്ഫുടമായ ഇംഗ്ലീഷിൽ അതെന്താ പറഞ്ഞത്? ഇബ്രാഹിം സാഹിബ് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാം, പക്ഷെ എൻ്റെ ഗുരു പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹമെങ്ങാനും ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരക്ഷരം പഠിക്കുമായിരുന്നില്ല. എന്നെപ്പോലെ ഉസ്താദിനും ഇംഗ്ലീഷ് അറിയാം. അങ്ങനെ ഭാഷാവിരോധികളല്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ പ്രതിനിധിയായി ഉസ്താദിൻ്റെ സെക്രട്ടറിയായി കൂടെ വന്ന മാമുക്കോയ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പറഞ്ഞു. അതേ സ്ഫുടമായ ഇംഗ്ലീഷിൽ പറഞ്ഞു, എൻ്റെ നേതാവ്, ഞങ്ങളെ പ്രസ്ഥാന നേതാവ് ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ എന്ത് പ്രസംഗിക്കണമെന്ന് കോഴിക്കോടിൽ നിന്ന് ഞങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കോപ്പി മാമുക്കോയ സാഹിബ് വായിച്ചു. അതിലെന്താ പറയുന്നത്? രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, മതമൈത്രി, അതുപോലെ നിലവിലുള്ള സർക്കാരുമായി ഏറ്റുമുട്ടലല്ല സമരമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജനങ്ങളെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും മതമൈത്രിയിലേക്കും കൊണ്ടുവരാനുള്ള പ്രസംഗമാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൻ്റെ മേറ്ററാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇസ്ലാമിക ചരിത്രം തന്നെ സൂഫിയാക്കൾ അവർ വലിയ രാജ്യസ്നേഹികളായിരിക്കും.
അവരുടെ സൂഫിയാക്കൾ സ്ഥിതി അങ്ങനെയല്ല, ഒരു ഉറുമ്പിനെ പോലെ അവർ വേദനിപ്പിക്കൂല. ഈ വഹാബികൾ അവരാണ് വിപ്ലവകാരികൾ. സലഫികൾ എന്ന് പറയുന്ന ഈ ISS എന്നൊക്കെ പറയുന്ന ഈ വർഗീയ കക്ഷികൾ അവർക്കൊരിക്കലും ഇസ്ലാമിൻ്റെ ശരണി ആയിട്ട് അവർ ഒത്തുപോകില്ല. ഇസ്ലാമിൻ്റെ ശരണിയിൽ ജീവിക്കുന്ന ആളുകൾ അവർ വളരെ മാന്യന്മാരും മനുഷ്യരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്നവരുമാണ്. അറഫ മൈതാനിയിലെ ഹജ്ജത്തുൽ വദാഇ നബി തങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെയല്ലേ, മനുഷ്യരക്തം, മനുഷ്യൻ്റെ അഭിമാനം അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്. മനുഷ്യരക്തം ചിന്താൻ പാടില്ല. അതുപോലെ പ്രധാനമാണ് മനുഷ്യൻ്റെ ആത്മാഭിമാനം തകർക്കാൻ പാടില്ല എന്നത്. പലപ്പോഴും എതിർപ്പുകൾ പലതിൻ്റെയും പേരിലുണ്ടാവും, പക്ഷെ അതൊന്നും മനുഷ്യബന്ധങ്ങൾക്ക് എതിരാകാൻ പാടില്ല. ഈ ആശയമാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. അതിൻ്റെ കോപ്പിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. കോടതിക്ക് കാര്യം ബോധ്യപ്പെടുകയും കോടതിയെ ഗവൺമെൻറ് തെറ്റിദ്ധരിപ്പിച്ചവർക്ക് പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ ആ വഴിക്ക് പോകാൻ പാടില്ല. അപ്പം യഥാർത്ഥത്തിൽ എന്തായി, വീട്ടുതലങ്കലിൽ വഹാബികളായി. ഇവരെ ആപ്പിലാക്കാൻ നോക്കിയ പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് പ്രസംഗിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയും ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയ സംഭവമാണ്. അങ്ങനെ പാങ്ങിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഫാത്താകുന്നത് വരെയും ഇവർ പിടികൂടി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 933 സമസ്തയുടെ 6ാം സമ്മേളനം 933 മാർച്ചിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ സാലിയാത്തി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു സമ്മേളനമുണ്ട്. ആ സമ്മേളനം KMCD സാഹിബിനെ പോലുള്ള വഹാബികൾ മുടക്കാൻ വേണ്ടി കുൽസിത ശ്രമം നടത്തി. അവർ അതിന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി. അങ്ങനെ സമ്മേളനം നടക്കൂല എന്ന തീരുമാനം വന്നു. അവർ തീരുമാനിച്ചു. പക്ഷേ മഹാനായ പാങ്ങിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവരുടെ ഇഞ്ചക്ഷൻ ഓർഡറിൽ നിന്നുള്ള പരാതി ഉണ്ടല്ലോ, അത് വായിച്ചു നോക്കുമ്പോൾ എന്താ സംഗതി. കേരള ജമിയത്തുൽ ഉലമയായ ഞങ്ങളുടെ സംഘടന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ്. ഏത് സംഘടന? നിഷ്പക്ഷ സംഘം, മജ്‌ലിസുൽ ഉലമ, ഐക്യസംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കെണീസുണ്ടാക്കുന്ന ഒരു സംഘടനയാണ് കേരള ജമിയത്തുൽ ഉലമ. അത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്തതാണ്. അതിൻ്റെ പേരിലാണ് പാങ്ങിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമ്മേളനം നടത്തുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ മഹാനവറുകൾ ആളുകളിങ്ങനെ ആകെ പരിഭ്രാന്തരായി. മാത്രമല്ല പട്ടാളക്കാരും പോലീസും ബേജാറല്ലേ, കാരണം ഈ പേരിലാണ് അവർ സമ്മേളനം നടത്തുന്നതെങ്കിൽ കോടതി നിർത്തിവെക്കാൻ പറഞ്ഞില്ലേ. ഈ 10,000-കണക്കിന് ആളുകൾ എന്ത് ചെയ്യും? ഇയാൾ മഹാനായ പാങ്ങിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ശാന്തനായി ഉദ്യോഗസ്ഥന്മാരോടും പിന്നെ സഭയിലും പറഞ്ഞു, ഈ കടലാസ് സംഘടനൻ്റെ ആളുകളല്ല ഞങ്ങളെ സംഘടന 1926 ജൂൺ 26 രൂപീകരിച്ചപ്പോഴേ അതിന് നൽകിയ പേര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാണ്. ആ സംഘടനയാണ് ഈ 6ാം വാർഷിക സമ്മേളനം നടത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ 1ാം വാർഷികം, 2ാം വാർഷികം, 3ാം വാർഷികം ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ 6ാം വാർഷികവും ഈ 933 മാർച്ച് നടത്തുന്ന സമ്മേളനവും. വഹാബികൾ നിരാശരായി. ഈ നിരാശരായ വഹാബികൾ പിന്നീട് എന്താ ചെയ്തത്? വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ 1ാം പ്രതിയൊക്കെ ആക്കി പല കേസുകളും, നമുക്ക് ആ കേസുകളെ കെട്ടയച്ചാൽ ദിവസങ്ങൾ വേണ്ടി വരും. എത്രയോ കേസുകളുണ്ടായി. അതെല്ലാം അദ്ദേഹം തരണം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മരണം വരെയും വഹാബികൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. ഇതെങ്ങനെയാണ്? പെരിന്തൽമണ്ണ ജിന്നുകൾ സമയം പാലിക്കാതെ പ്രസംഗം തുടർന്നപ്പോൾ കോടതിയുടെ ഉത്തരവ് മാനിക്കണമെന്ന് പറഞ്ഞതിനെയാണല്ലോ ഇവിടെ ഭയങ്കര സംഭവമായിട്ട് ഇവർ കൊട്ടിഘോഷിക്കുന്നത്. എന്നാൽ ഇവരുടെ പിതാക്കന്മാർ ഇവിടെ ചെയ്തത് എന്താണ്? അഹ്ലുസുന്ന പറയുമെന്നൊറ്റ പേടി കാരണം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും പട്ടാളത്തെ തെറ്റിദ്ധരിപ്പിച്ചും ഭരണാധികാരിയെ തെറ്റിദ്ധരിപ്പിച്ചും നമ്മളെ ഹരക്കത്തുള്ള മുഴുവൻ പണ്ഡിതന്മാർക്കെതിരെ ഇവർ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും. അത് തന്നെയാണ് ഇതിൻ്റെ തെളിവ്. ഒന്നിനും നമ്മുടെ നേതാക്കന്മാർ പാങ്ങിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വീണില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അദ്ദേഹം അങ്ങനെ നമ്മുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ധീര നേതാവായി മഹാനവറുകൾ മുന്നോട്ട് പോയി.
മഹാനവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 15 വാർഷിക പൊതുസമ്മേളനങ്ങളും മുഖ്യ പ്രസംഗം നടത്തി. ഇപ്പം അദ്ദേഹത്തിൻ്റെ സേവനം മലബാർ നമ്മൾ കണ്ണൂർ, കാസർഗോഡ്, അതുവഴി മംഗലാപുരം ഭാഗത്തേക്കും കൂടെ എത്തേണ്ടതുണ്ടെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ ഇപ്പോൾ ദർസ് താനൂരിൽ നിന്ന് പോയി, പിന്നെ മണ്ണാർക്കാട്ടിൽ നിന്ന് മാറി, പിന്നീട് പാങ്ങലായി, അവിടെ നിന്ന് മാറി താനൂരിലായി, പിന്നെയും പലയിടത്തും മഹാനവറുകൾ എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ഒരു ദർസ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം കണ്ടെത്തി സ്ഥാപനം ഉണ്ടാക്കി അവിടെ ദർസ് തുടങ്ങിക്കൊടുത്ത് മറ്റൊരു സ്ഥലത്ത് ഉണ്ടാക്കുക, അല്ലാതെ നാട്ടുകാർ പിരിച്ചുവിടുകയല്ല. ഒരു സ്ഥലത്ത് അവിടെ ചെന്ന് ഇവിടെ നമുക്കൊരു മദ്രസ വേണം, ഇവിടെ നമുക്കൊരു പള്ളി വേണം, ഇവിടെ നമുക്കൊരു അറബിക് കോളേജ് വേണം. സ്ഥലം കണ്ടെത്തുന്നു, സ്ഥലം ജനങ്ങൾ നൽകുന്നു. പിന്നീട് ബിൽഡിങ്ങിന് അദ്ദേഹം എത്രയോ ജനങ്ങളെ കാണാൻ വേണ്ടി പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം അവിടെ നിന്നൊക്കെ കാശ് സ്വരൂപിക്കുന്നു. അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി, അനവധി മദ്രസകൾ ഉണ്ടാക്കി. താനൂർ കോളേജിനൊക്കെ വലിയ ഭൂസ്വത്ത് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ അതൊക്കെ പിന്നീട് നടത്തുന്ന ആളുകളിൽ രാഷ്ട്രീയം കൂടിയപ്പോൾ അതൊന്നും വേണ്ടതുപോലെ എത്തിക്കാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല എന്ന് വേറൊരു വിഷയം. അതിപ്പോൾ പുതിയതായി നമ്മളൊക്കെ സ്ഥാപനം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. സ്ഥാപനം ചിലപ്പോൾ പെട്ടെന്ന് ഭൂമി കിട്ടിയെന്ന് വരും, ഒരു ബിൽഡിംഗ് ഉണ്ടായെന്ന് വരും. പക്ഷേ അതിൻ്റെ നടത്തിപ്പിനെ പറ്റി ഒരു വിങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ് അതിലേറ്റവും പ്രാധാന്യമുള്ളത്. പാങ്ങിലെ പി അഹമ്മദ് കുട്ടി മുസ്ലിം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. എന്നാലും പള്ളി ദർസ് വിട്ടില്ല. പഠന ഭാഗത്ത് ദർസ് നടത്തിയാൽ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണൂർ മുഴുവൻ, കാസർഗോഡ് മുഴുവൻ, മംഗലാപുരം എല്ലാ ഏരിയയിലും അദ്ദേഹത്തിന് കടന്നു ചെല്ലാൻ കഴിയുമെന്ന് സമസ്ത കണ്ടെത്തിയതിനാൽ അദ്ദേഹം ദർസ് അവസാന കാലത്ത് പഠനയിലേക്ക് മാറ്റി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 16ാം വാർഷിക പൊതുസമ്മേളനം കാര്യവട്ടത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മഹാനവറുകൾ ബസ്സിലാണ് പടന്നയിൽ നിന്ന് മലപ്പുറത്തേക്ക് വരുന്നത്. ആ യാത്രയിൽ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥം, പിന്നെ അദ്ദേഹത്തിന് ക്ഷീണം വരികയും അങ്ങനെ അദ്ദേഹം ആശുപത്രിയിലാവുകയും ഹിജറ 1365 ദുൽഹിജ്ജ 25-ന് അദ്ദേഹം ഭൂമിയോട് യാത്ര പറഞ്ഞു. താൻ ഏറ്റവും പ്രിയപ്പെട്ട് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തോട് ഭൗതികമായ യാത്ര പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1365 ദുൽഹിജ്ജ 25-നാണ് ആ ശബ്ദം നിലച്ചത്, അവിടുത്തെ പ്രവർത്തനം നിലച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അവസാനം വരെ പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് നമുക്ക് നൽകട്ടെ, അവസരങ്ങൾ നമുക്ക് നൽകട്ടെ. അല്ലാഹുവേ, ഈ പ്രഭാഷണം നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് കേട്ട ഞങ്ങൾ ഈ നിന്റെ ദീനിൻ്റെ ഖാദിമീങ്ങൾക്കൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ റബ്ബേ എന്ന് ദ്വാരുന്നുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വൈസ് പ്രസിഡന്റിനെ പറ്റി, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പ്രസിഡന്റുമാരാണ് കൂടുതലുണ്ടായത്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് 1926 ജൂൺ മാസം 26-ന് രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെ ഇന്നലെ പ്രസിഡന്റ് ചരിത്രം പറഞ്ഞു. ഇനി നമ്മൾ വൈസ് പ്രസിഡന്റ് ചരിത്രം പറഞ്ഞു. ഇനി മറ്റൊരു വൈസ് പ്രസിഡന്റ് അരോക്ക് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന KP മുഹമ്മദ് മീറാ മുസ്ലിം, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ മിനിയാന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത മറ്റു വൈസ് പ്രസിഡന്റുമാരുടെയും ഭാരവാഹികളുടെയും ചരിത്രങ്ങളിൽ നിന്ന് ഒരു എത്തിനോക്കൽ മാത്രം നടത്തി നമുക്ക് സമസ്തയുടെ മറ്റു ചരിത്രത്തിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സഹോദരന്മാരെ. സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ നിങ്ങൾക്കിത് മുടങ്ങാതെ കിട്ടുകയുള്ളൂ, മറ്റുള്ളവരിൽ എത്തിക്കാനും കഴിയുകയുള്ളൂ. അതിനുകൂടി എൻ്റെ സഹപ്രവർത്തകന്മാർ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.